أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد. الحمد لله الذي معز من أطاع ومذل من أصاء، والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين، أما بعد. اللهم بارك لنا في القرآن الكريم واغفر لنا ولوالدينا يا رب العالمين آمين. സൂറത്തു സബ, കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ ഈ സൂറത്തു സബഇന്റെ വിശദീകരണം ആരംഭിച്ചത്. നമുക്കറിയാം, മക്കിയയായ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തു സബ. 54ഓളം ആയത്തുകളുള്ള ഈ സൂറത്തിന് സബ എന്ന് പേര് വരാനുള്ള കാരണം സബ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന സംഭവങ്ങളെ ഈ സൂറത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു കാര്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് സബവുമായി ബന്ധപ്പെട്ട് ഏകദേശം 15 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ആ സംഭവം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അവിടെ എന്താണ് സബ എന്നും എന്തായിരുന്നു അവരുടെ മേൽ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊന്നും ഇൻഷാ അല്ലാഹ് സവിസ്തരം നമുക്ക് പറഞ്ഞു പോകാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഓതിയത് 5 മുതലുള്ള ആയത്തുകളാണ്. 5, 6, 7 ആയത്ത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടിരുന്ന പരിഹാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് മാനസികമായി അവിടുത്തെ ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മക്കിയായ സൂറത്തുകളിൽ അതിങ്ങനെ വല്ലാതെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു പോണേ കാണാം. പല ആവർത്തി ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ അള്ളാഹ് പല സൂറത്തുകളിലും പറഞ്ഞുപോയി. നബിനെങ്ങനെ അവഹേളിക്കുന്ന, നബിയെ പരിഹസിക്കുന്ന, നബിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ആക്രമിക്കാൻ വേണ്ടി തക്കം കാത്തു നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ മേൽ അവർ തുടരുന്ന പരിഹാസത്തെ അള്ളാഹ് പറയുന്നത് ഇങ്ങനെയാണ്: വല്ലദീന സഅഉ ഫീ ആയാതിന, വല്ലദീന സഅഉ ഫീ ആയാതിന എന്നാണ്. അവിടെ ഫീന്റെ അവിടെ ഒരു മദ് കാണാം. അതിന് ശേഷം ഒരു ഹംസ വന്നതുകൊണ്ടാണ് ഫീ ആയാതിന. നമ്മുടെ ആയത്തുകളിൽ പരിശ്രമം നടത്തുക. സഅ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സഅ, സഅയ, സഅഉ. സഅ, സഅയ, സഅഉ. സഅയ് എന്ന് പറഞ്ഞാൽ ശ്രമം, എഫേർട്ട് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ സഫ മർവയിൽ ഇങ്ങനെ നടത്തുന്ന ഒരു പരിശ്രമം ആണ് സഅയ് എന്ന് നമ്മൾ പറയാം. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ച് നോക്ക്, വല്ലദീന സഅഉ, പരിശ്രമം നടത്തുന്ന ആളുകൾ. മുശ്രിക്കീങ്ങളെ പറ്റിയാണ് അള്ളാഹിന്റെ പരാമർശം. അവർ പരിശ്രമം നടത്തുന്നു എന്തിന്റെ വിഷയത്തിൽ? ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ. അള്ളാഹു കുറെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കുറെ അവന്റെ തെളിവുകളും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തിന് കാണിച്ചു കൊടുത്തു. പക്ഷേ അള്ളാഹുവിന്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങളിൽ ഇവർ പരിശ്രമം നടത്തുന്നത് എന്തിനാണ്? മുആജിസീൻ, അതിനെ അശക്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ച് കളയാൻ, പടച്ചോനെ തോൽപ്പിക്കാൻ എന്നർത്ഥം. മുആജിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മുഅ്ജിസ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അമാനുഷികത എന്ന് നമ്മൾ പറയും. ശരിക്കും മുഅ്ജിസത്ത് എന്ന വാക്കിന്റെ അർത്ഥം അശക്തമായത് എന്നാണ്. അശക്തമാക്കുന്നത്, അതായത് ഇതേപോലത്തെ ഒന്നിനെ കൊണ്ടുവരാൻ മറ്റുള്ളവരെ അശക്തരാണ്, അല്ലെ? അതാണ് കുല്ലവി ജിത്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങളും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. അപ്പൊ ഖുർആൻ ഒരു മുഅ്ജിസത്താണ്. അവരെ തോൽപ്പിച്ചതാണ് ഖുർആൻ. അവർക്ക് അശക്തമാണ് ഇതുപോലത്തെ ഒരു സംഗതി കൊണ്ടുവരാൻ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് സാധിക്കാത്തത്, ജിന്നിന് സാധിക്കാത്തത്, അല്ലെ, അള്ളാഹുവിന് മാത്രം കഴിവുള്ളത് ആണ് മുഅ്ജിസത്ത്. ഇവിടെ മുആജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശക്തമാക്കുന്നത് എന്നാണ്, അഥവാ തോൽപ്പിച്ച് കളയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മുആജിസ് എന്നുള്ളതിന് ഉപയോഗിക്കാം. ഇവിടെ മുആജിസീൻ ജംആൻ, പ്ലൂറലായിട്ട് പറയാനുള്ള കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ മുഴുവൻ അവരെന്ത് ചെയ്തു? അവര് തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. അള്ളാഹുവിന്റെ ആയത്തുകൾ അങ്ങനെ നിഷേധിച്ചും അള്ളാഹ് കുറെ തെളിവുകൾ, മരിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ജീവിതം ഉണ്ട് എന്നുള്ളതിന് പല തെളിവുകളും പറഞ്ഞു കൊടുത്തിട്ടും
അവർ അള്ളാഹിനെ തോൽപ്പിക്കാനും അള്ളാഹുവിന്റെ ആയത്തുകളെ തോൽപ്പിക്കാനും അവരെന്ത് ചെയ്തു? സഅൗ പരിശ്രമം നടത്തി. റബ്ബ് പറയാ ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. അള്ളാഹ് കുറച്ച് കടുപ്പിച്ചിട്ടാണ് ആ പറഞ്ഞത്. ഉലൈക അക്കൂട്ടം, ലഹും അവർക്ക് തന്നെയാണ് അദാബുൻ ശിക്ഷയുള്ളത്. ഇനി അങ്ങനത്തെ ശിക്ഷ മിൻ റിജ്സിൻ അലീം. മിൻ അവിടെ പാരായണം ചെയ്യുമ്പോൾ അദാബും മിർജിസിൻ അല്ലെ, നൂനിന് ഒരിക്കലും അവിടെ സുക്കൂന്റെ ശബ്ദം കൊടുക്കാൻ പാടില്ല. മിർജിസിൻ റായിലേക്ക് അതിനെ ഇദ്ഗാം ചെയ്ത് മിർജിസിൻ അലീം. അലീം എന്ന് പറഞ്ഞാൽ നല്ല വേദനയുള്ള ശക്തമായ ശിക്ഷക്കാണ് റിജിസ് എന്ന് പറയാം. റിജിസ് ഇപ്പൊ ബനു ഇസ്രായേലർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്തു. അവർക്ക് ആകാശഭൂമികളിൽ നിന്ന് അള്ളാഹ് പല ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുത്തപ്പോൾ അതിനെ നിഷേധിച്ചപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? ആകാശത്തിൽ നിന്ന് അള്ളാഹു റിജിസ് ഇറക്കി എന്നാണ്, വേദനാജനകമായ ശിക്ഷ ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ റിജിസ് എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. റിജിസും വന്നിട്ടുണ്ട്. റിജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഷെയ്ത്താന്റെ റിജിസ് ഷെയ്ത്താൻ പ്രേരണ എന്നുള്ള അർത്ഥത്തിൽ വന്നു. ഇത് സായാൻ റിജിസ് വേദനയുള്ള ശിക്ഷ എന്നർത്ഥം. അദാബുൻ അലീം അതിവേദനയുള്ള കഠിനമായ ശിക്ഷ ഞാൻ അവർക്ക് വേണ്ടിയുള്ളതാണ്, അവർക്ക് തന്നെയാകുന്നു. ആയത്ത് ക്ലിയർ അല്ലേ? വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിർ റിജ്സിൻ അലീം. അല്ലാഹുവിന്റെ നമ്മുടെ ആയത്തുകളിൽ പരിശ്രമം നടത്തി തോൽപ്പിക്കാൻ പാകത്തിൽ ശ്രമം നടത്തുന്ന ആളുകൾ അവർക്ക് തന്നെയാകുന്നു അതിവേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നത്. അള്ളാഹു അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. ഇങ്ങനെ അള്ളാഹ് പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ എന്ത് ചെയ്യുക? തിരസ്കരിച്ച ആളുകൾക്ക് റബ്ബിന്റെ ശിക്ഷയുണ്ട് എന്നൊരു താക്കീത്. ഇനി അടുത്ത ആയത്ത് നോക്കി. വയറല്ലദീന ഊത്തുൽ ഇൽം, എന്നാൽ വയറല്ലദീന ഊത്തുൽ ഇൽം അറിവ് നൽകപ്പെട്ട ആളുകൾ കാണുന്നു. റഅ യറ അറിവുള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ വിവരമുള്ളവർക്ക് തിരിയുന്നറിയാം. നമ്മള് അള്ളാഹ് പറയാൻ വയറല്ലദീന ഊത്തുൽ ഇൽം അറിവുള്ളവർക്ക് അവർക്ക് കാണാൻ സാധിക്കും, അവർ കാണുന്നു. എന്താ? അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക് നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ട കാര്യത്തിൽ അറിവുള്ള ആളുകൾ അഥവാ വേദഗ്രന്ഥം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് നന്നായിട്ട് പറഞ്ഞു. രണ്ടാമതുള്ള ജീവിതം, മരണം കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം വരാനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പൊ ഈ നിന്നിലേക്ക് ഇറങ്ങി നബിയെ നിന്നിലേക്ക് അവതരിക്കപ്പെട്ട നിന്റെ റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ടതിൽ നിന്ന് അറിവ് നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നു ഹുവൽ ഹക്ക അത് സത്യമാണ്. അല്ലെ, വിവരമുള്ളവർക്ക് അറിയാം മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് സത്യം. മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ ആ ബോധ്യം എന്തില്ല, മനുഷ്യന്മാർക്ക് കുറവാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ആർക്കാണ്? ഇപ്പോൾ പരലോക ചിന്ത കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ പോലും എന്ത് ചെയ്യുന്നത്? അധാർമികതകൾ വളരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 6 അടി മണ്ണിൽ കിടന്നുറങ്ങാനുള്ളതാണ്. ഞാനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ മുഴുവൻ കരയാറുണ്ടായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ലേ. പലപ്പോഴും ചില ഹദീസുകളെ റിവായത്ത് ചെയ്യുമ്പോൾ ഖബറിന്റെ വക്കത്ത് പോയി നിന്ന സന്ദർഭങ്ങളെ പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ താടി രോമങ്ങൾ നനയാറുണ്ടായിരുന്നു എന്നാണ്. അതും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ താടിയെ ചില സഹാബത്ത് പറഞ്ഞു നല്ല തിക്കുമുള്ള നല്ല നിബിഡമാർന്ന താടിയായിരുന്നു, ഇടതൂർന്ന താടിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പക്ഷെ ഖബർ കാണുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ കണ്ണുനീരൊലിക്കാറുണ്ടായിരുന്നു. കാരണം പരലോക ചിന്ത, മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധ്യം. അപ്പോൾ ആ ഒരു ബോധ്യം മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെ ഇങ്ങനെ കൈകിയെടുക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. അതിനെ നിഷേധിച്ച് കളഞ്ഞ ആളുകൾക്ക് താക്കീത് പറയുമ്പോൾ ഇതിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉള്ളിലൊരു മരണഭയം വരാനും മരണാനന്തര ജീവിതത്തിലേക്ക് ഒരുങ്ങാനുമാണ് എന്ത് ചെയ്യുന്നത്? ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ റബ്ബ് ഇവിടെ പറയാണ് ഹുവൽ ഹക്ക അത് ഹക്കാണ് എന്ന് ആർക്കറിയാം? അല്ലദീന ഊത്തുൽ ഇൽം അറിവുള്ള ആളുകൾക്ക് അതറിയാം. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മരണാനന്തര ജീവിതമുണ്ട് എന്നറിഞ്ഞ ആളുകൾക്ക് അള്ളാഹു പറഞ്ഞത് ഹക്കാണ് എന്ന് ഉറപ്പാണ്. മാത്രമല്ല വയഹ്ദീ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം അതെന്ത് ചെയ്യുന്നു? യഹ്ദീ അവരെ ഹിദായത്തിലേക്ക് നയിക്കുന്നു, സന്മാർഗം. ഇലാ സിറാത്തിൽ ഒരു സിറാത്തിലേക്ക്. എന്താ സിറാത്ത്? നമുക്കറിയാം പാത, മാർഗം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് എന്താണ് സിറാത്ത് ഉപയോഗിക്കുക. സിറാത്ത് എന്ന ഖിറാഅത്തുണ്ട്, സിറാത്ത് എന്ന ഖിറാഅത്തുണ്ട്, സിറാത്ത് സീനായ ഖിറാഅത്തുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സാദാണ് അല്ലെ സിറാത്ത്. എന്താ സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത എന്നർത്ഥം. അൽ മുസ്തഖീം വളവില്ലാത്ത ഖായിമായ നേരായ, അതാണ് സിറാത്തുൽ മുസ്തഖീം നേരായ പാത. ഇവിടെ അള്ളാഹ് പറയുന്നത് എങ്ങനത്തെ പാതയാണ്? അൽ അസീസ് അതിശക്തമായ. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ എന്താണ് നമ്മളറിയില്ലേ, പ്രതാപിയായ അള്ളാന്റെ മാർഗം അൽ അസീസ്. അൽ ഹമീദ് അത് അള്ളാന്റെ മറ്റൊരു നാമമാണ്. അൽ ഹമീദ് എന്താ? അൽ ഹമീദ്
സ്തുത്യർഹനായ. അൽ ഹമീദ് ഫഈൽ വസനാൻ, അങ്ങേയറ്റം. ഇനി സ്തുതി കീർത്തനങ്ങൾ ഏതൊക്കെ സ്തുതി കീർത്തനങ്ങൾ എത്താണ്ട് അതിന് മുഴുവൻ അർഹൻ ആര് മാത്രാൻ? അള്ളാഹ്. ഈ സൂറത്തിന്റെ തുടക്കം തന്നെ അല്ലേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാ. സ്തുതി കീർത്തനങ്ങൾ അഖിലവും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു അൽ ഹമീദായ അൽ അസീസായ ആ റബ്ബിന്റെ സിറാത്തിലേക്ക് മാർഗദർശനം നൽകുന്ന കാര്യം നബിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബിൽ നിന്ന് അവതരിച്ചിട്ടുണ്ട്. അതിൽ അറിവുള്ള ആളുകൾക്ക് അറിയാം അള്ളാഹ് പറഞ്ഞ കാര്യം ഹക്കാണ്. അള്ളാഹ് പറഞ്ഞ കാര്യം ഹക്കാണ്. ആ ഹക്കിനെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്നാൽ ഇതിനെ അള്ളാഹ് പറഞ്ഞത് ഹക്കാണോ, അതിനെ ഹക്കാണ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അഹങ്കാരം കൊണ്ട് അതല്ലെങ്കിൽ മറ്റു പല ഭൗതിക താല്പര്യങ്ങൾ കൊണ്ട് അതിനെ നിഷേധിച്ച് പറഞ്ഞ ആളുകൾ, മക്കയിലുണ്ടായിരുന്ന ആളുകൾ അതാണ്. ഇനി അതാ റബ്ബ് പറയുന്നു വഖാലല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു. ഇതൊക്കെ ഹക്കായിട്ടും സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഹൽ നദുല്ലുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. നബിനെ പരിഹസിച്ചിട്ട് അവർ പറയാണ്, അവരുടെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ കാഫിര്യങ്ങൾ പറയാണ് ഹൽ നദുൽ, എന്താ ദല്ല യദുല്ലു, ദല്ല എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ് അർത്ഥം. ഒരു ഹദീസിൽ വന്നു മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഒരു നന്മയെ പറ്റി അറിയിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്തവന്റെ അതേ കൂലി അറിയിച്ചു കൊടുത്തവനും ഉണ്ട്. അയാൾ അത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ആ കൂലി ഉണ്ട് എന്നാണ്. അപ്പൊ ഒരു നന്മ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു എടാ അന്നെന്താ നന്മ ഉണ്ട് അവിടെ പോയി വെക്കുന്ന ഒരാൾ അറിയിച്ചു കൊടുത്തു. അപ്പൊ ഇയാൾ അവിടെ പോയിട്ടില്ലെങ്കിൽ ഈ അറിയിച്ചു കൊടുത്ത ആൾക്ക് അവിടെ കൂടിയ ആളുകൾ ചെയ്ത നന്മയുടെ പ്രതിഫലം ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അവരുടേത് കുറയാതെ അള്ളാഹ് കൂലി കൊടുക്കുന്നതാണ്. അപ്പൊ മൻ ദല്ല എന്ന റസൂലുള്ളാഹി ഉപയോഗിച്ചു ആ വാക്കാണ് അവിടെ. ദല്ല യദുല്ലു, ദലീൽ എന്നറിയും, ഗൈഡൻസ് അല്ലെ ദലീൽ എന്നറിയും. ഗൈഡുകളൊക്കെ ഉണ്ടല്ലോ, ഗൈഡിനൊക്കെ ഉപയോഗിക്കുന്നത് ദലീൽ എന്നുള്ള വാക്കാണ്. ഇവിടെ അതേ ഒരു പദം അള്ളാഹ് ഉപയോഗിക്കാൻ ഹൽ നദുല്ലു. ഹൽ എന്നുള്ളത് ഇസ്തിഫാമാണ്, ഒരു ക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ്. ഹൽ ആണോ ഉണ്ടോ എന്നാണ്. ഹൽ നദുല്ലുക്കും, ഞങ്ങൾ അറിയിച്ചു തരട്ടെയോ. നദുല്ലുക്കും, ഞങ്ങൾ അറിയിച്ചു തരട്ടെ. ആരെ ഞങ്ങൾ? കാഫിര്യങ്ങൾ, മക്കയിലെ കുഫർ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച് കളഞ്ഞ ആള്. പരലോകമില്ല, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച് കളഞ്ഞു കാഫിറുകൾ പറഞ്ഞു ഞങ്ങൾ അറിയിച്ചു തരട്ടെ. ആരെ പറ്റി? അലാ റജുലിൻ, ഒരു മനുഷ്യനെ പറ്റി. ആ മനുഷ്യന്റെ പ്രത്യേകത യുനബ്ബിഉക്കും, ആ മനുഷ്യനെ ആരറിയണം? നബിനെ പറ്റി അവർ പറയണം, നബിനെ പരിഹസിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമനെ ഒരു മനുഷ്യൻ, ഒരു നമ്മൾ സാധാ പറയില്ലേ നമ്മളെ നാട്ടിലൊക്കെ, ഒരു കാക്കാനെ പറ്റി പറഞ്ഞട്ടെ എന്ന് പറയുന്നത് പോലെ നബിനെ അവഹേളിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മാഷാ അല്ലാഹ് ഇങ്ങനെ അവിടെ നബിനെ ഇങ്ങനെ ഉയർത്തി പറയുന്ന ചില ആയത്തുകൾ വരുന്നുണ്ട്. അവിടെ നോക്കി അള്ളാഹ് അവർ പറയും ഞങ്ങൾ ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിരട്ടെ. യുനബ്ബിഉക്കും, ആ മനുഷ്യൻ നിങ്ങളെ അറിയിക്കും. നബ നബി, നബ യനബ്ബ യുനബ്ബി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. എന്തിനെ പറ്റി? ഇദാ മുസ്സഖ്തും കുല്ല മുമസ്സഖിൻ, നിങ്ങൾ ഇങ്ങോട്ട് ചിന്ന ഭിന്നമായി, എല്ലാ തരത്തിലും നിങ്ങൾ ചിന്ന ഭിന്നമായതിന് ശേഷവും ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങൾ വീണ്ടും ഒരു പുതുജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ പറഞ്ഞിരട്ടെ എന്ന് പറഞ്ഞിട്ട് നബിനെ കളിയാക്കാൻ. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാള് ഇവിടെ ഉണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. അതാരാ കാണണോ എന്നൊക്കെ പറഞ്ഞിട്ട് നബിനെ അവഹേളിക്കുന്ന ഒരു വാക്കാണത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കിയത് അതികഠിനമായ ശിക്ഷയാണ്. എന്നിട്ട് ഇവരുടെ ആ ഒരു പരിഹാസത്തിന്റെ കാഠിന്യം, ഗാംഭീര്യാണ് അടുത്ത ആയത്തില്. അഫ്തറാ അലല്ലാഹി കദിബൻ അം ബിഹി ജിന്ന ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബി വല്ലലാലിൽ ബഈദ്. സുബ്ഹാനല്ലാഹ്. അതാണ് അഫ്തറ. അഫ്തറ, ഇഫ്തറ എന്ന് പറഞ്ഞാൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണ്. ഇവിടെ ഒരു ഹംസ ഉണ്ട്, ആ ഹംസ ഇസ്തിഫാമിന്റെ നേരത്തെ ആണോ ഉണ്ടോ എന്നുള്ളതിന് ആ ഇഫ്തറ എന്നാണ് ആ പദം. ആ ഇഫ്തറ, അവർ കള്ളം കെട്ടിച്ചമക്കുകയാണോ, അവർ കള്ളം കെട്ടി നുണയല്ല പറയണത്. നബി അല്ല, ഇങ്ങനെ ഒരാളുണ്ട് മസ്സഖ യുമസിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് പറഞ്ഞു ചിന്ന ഭിന്നമാവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഒരു പിച്ച് ചീന്തൂല, പേജ് എടുത്തിട്ട് പിച്ച് ചീന്തലാണ് മസ്സഖ എന്നറിയാം. ഒരു ഹദീസിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ ചക്രവർത്തിക്ക് ഒരു കത്ത് എഴുതി ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഇതിപ്പോ നബിയുടെ കത്തിനെ അയാളം ചെയ്തു, പിച്ചി ചീന്തി. അപ്പൊ റസൂലുള്ള പറയാണ് അവന്റെ അധികാരത്തെ അള്ളാഹു പിച്ചി ചീന്തട്ടെ, അവരുടെ റോമൻ സാമ്രാജ്യം തകർന്നു എന്നാണ്. മസ്സക്ക എന്നുള്ള വാക്ക് ഒരു ഹദീസിലും കടന്നു വന്നു. ഇവിടെ കുല്ല മുമസ്സഖ്, എല്ലാ തരത്തിലും ചിന്നപിന മരിച്ച് മണ്ണായി മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് എല്ലും തോലൊന്നും ബാക്കിയില്ലാതെ പോയതിനു ശേഷം നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്ന ഒരാള് ഈ കൂട്ടത്തിലുണ്ട്. അയാളെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നബിനെ ഇങ്ങനെ കളിയാക്കാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കാണ് അഫ്തറ, അവര് കള്ളം കെട്ടിച്ചമക്കുകയാണോ ആരുടെ മേൽ? അലല്ലാഹ്, അള്ളാന്റെ മേൽ. അലല്ലാഹി കദിബൻ, അള്ളാന്റെ മേൽ ഒരു നുണ കെട്ടിച്ചമക്കുന്നവരാണോ? അതല്ല
എന്നുള്ളതും ഒരു അത്ഫിന്റെ ഹർഫാണ്, മറ്റേ ഹംസയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ബിഹി ജിന്ന, അതല്ല അയാൾക്ക് ജിന്നത്താണ്. എന്താ ജിന്നത്ത്? ജിന്നത്ത് നമ്മൾ ജുനൂൻ അറിയില്ലേ, ഭ്രാന്ത് കൂടിയതാണോ, ഭ്രാന്തൻ അല്ലെ, ഭ്രാന്തൻ വർത്തമാൻ നബിനെ മജ്നൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ, അവരിങ്ങനെ പറയണ വാക്ക് അള്ളാന്റെ പേരിൽ അയാൾ നുണ പറയണം, അല്ലെങ്കിൽ അയാൾക്ക് പിരാന്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ പേരിൽ, അള്ളാഹ് ആരാന്ന് അവർക്കറിയാം, മക്കാർ, അതാണ് അള്ളാന്റെ പേരിൽ അവർ നുണ പറയാണ്. മാത്രമല്ല അയാൾക്ക് ഭ്രാന്താൻ. ആ ഭ്രാന്താണോ? എന്നാൽ ബൽ, എന്നാൽ അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ആഖിറത്തിൽ അവിശ്വസിച്ച് കളയുന്ന ആളുകൾ, ബിൽ അദാബി വല്ലലാലിൽ ബഈദ്, അവർ ശിക്ഷയിലും അതിവിദൂരമായ വഴികേടിലുമാകുന്നുവെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അഥവാ അള്ളാഹുവിന്റെ നബിയെ കളിയാക്കുന്നവനെ അള്ളാഹു ഒരിക്കലും വിടൂല. അയാൾ ഫിൽ അദാബ്, അയാൾ ശിക്ഷയിലാണ്, കാലാകാലമുള്ള ശിക്ഷ എന്നാണ് ചില മുഫസ്സിറുകൾ അതിനർത്ഥം പറഞ്ഞത്. വല്ലലാലിൽ ബഈദ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദുനിയാവിൽ ഒരു സിറാത്തുൽ മുസ്തഖീം കിട്ടൂല അല്ലെ, ദുനിയാവിൽ കിട്ടിയാലല്ലേ പിന്നെ ആഖിറത്തിലുള്ള ഏറ്റവും നല്ല മാർഗത്തിൽ അയാൾ നിലകൊള്ളുള്ളൂ. അപ്പൊ വലാലുൽ ബഈദ്, അതിവിദൂരമായ വലാലത്തിൽ അവരായിത്തീരുമെന്നാണ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അള്ളാഹിന്റെ മേലൊന്നും ഉണർന്നിട്ടില്ല. നബിക്കൊരു ഭ്രാന്തും ഇല്ല. നബി പറഞ്ഞ മുഴുവൻ എന്താണ്? ഹക്കാൻ. നബിയുടെ ബുദ്ധിക്ക് സ്ഥിരതയേ ഉള്ളൂ അല്ലെ. എല്ലാ കാലത്തും ജനങ്ങൾക്ക് റഹ്മത്തായി, റഹ്മത്തല്ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായി അവതരിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിയെ തിരസ്കരിച്ചവൻ അള്ളാഹു പരലോകത്ത് വെറുതെ വിടുകയില്ല എന്നെന്ത് ചെയ്യാണ് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിച്ചു. ഇന്നത്തെ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഈ ജീവിതത്തെക്കാളും യഥാർത്ഥമായ ജീവിതം അതാണ് എന്നാണ്. അതിനെ നിഷേധിച്ചവർ എന്നും നഷ്ടത്തിലും നാശത്തിലുമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും എല്ലാവിധ സലാമും സമാധാനവും സുരക്ഷിതത്വവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാരിലും അള്ളാഹു സലാത്തും സലാമും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. ഖുർആൻ പഠനത്തിൽ എല്ലാവിധ ബർക്കത്തുമുണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞത്. നാം നിങ്ങൾക്ക് ബർക്കത്തുള്ള ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്നാണ്. നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമയങ്ങളിൽ, നമ്മുടെ തൊഴിലിൽ, നമ്മുടെ അറിവിൽ ഒക്കെ അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു ആശ്വാസവും സമാധാനവും പോംവഴിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ ദീനിൽ നിലനിൽക്കാനും ഈ ദീനനുസരിച്ച് ജീവിക്കാനും ഈ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള സൗഭാഗ്യരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ അല്ലെ. നിർബന്ധമായത്, ഐച്ഛികമായത്, പല കർമ്മങ്ങൾക്കും പരമാവധി ശ്രമം നടത്തുന്നവർ അള്ളാഹുവെ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ, നല്ല പ്രതിഫലം നൽകണേ. അള്ളാഹുവെ ക്ഷമയോടുകൂടി അതിൽ നിലനിൽക്കാനുള്ള തൗഫീക്ക് ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് പ്രാർത്ഥനകളുമായി രാവും പകലും കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ നൽകട്ടെ. എല്ലാ നിലക്കും അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ. ഈ ദീന് പഠിക്കാനും ഇതിൽ നിലനിൽക്കാനും ഒക്കെ കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു അവർക്ക് എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ നീ അവർക്ക് ആഫിയത്ത് നൽകണേ, അവർക്ക് റഹ്മത്ത് ശരിയണേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ. അള്ളാഹുവെ നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖം ബാധിച്ചവരുടെ അസുഖം ശിഫയാക്കി കൊടുക്കണേ. കടങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അള്ളാഹു അവരുടെ കടങ്ങളെ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് കൊടുക്കണം. ഒരു സഹോദരൻ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ജുമയിൽ പലപ്പോഴും പള്ളിയിൽ ഒരുമിച്ച് കൂടാറുണ്ട്. വളരെ പ്രയാസപ്പെട്ട ഒരു അസുഖം ആണ് അവസാനം അദ്ദേഹം ഉണ്ട് എന്നറിയിച്ചത്. അതിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ അല്ലെ. വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ, ആരാധനകളെ സ്വീകരിക്കണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.